ചുഴലിക്കാറ്റിനെ തുടർന്ന് ബാർബഡോസിൽ കുടുങ്ങിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യൻ സമയം രാത്രി 7:45 എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. വിവരങ്ങളുമായി വീണ്ടും സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് ചേരുന്നത്. നന്ദി പറഞ്ഞാലും ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോസ് തിരിച്ചെത്തുകയാണ്. എപ്പോഴവർ വരും? ഏത് തരത്തിലുള്ള ഒരു സ്വീകരണമായിരിക്കും? എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണല്ലോ. തീർച്ചയായും നമ്മുടെ ഹീറോസിനെ, നമ്മുടെ വീരന്മാരെ കാത്തിരിക്കുകയാണ് രാജ്യം ഒന്നാകെ. കാരണം നീണ്ട ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമുക്കൊരു ലോക കിരീടം കിട്ടുന്നത്. അതും ഒരു ആവേശ ജയം തന്നെയാണ് ടീം സമ്മാനിച്ചത്. നമ്മൾ ഒരുപക്ഷെ തോറ്റുപോയേക്കാം എന്ന കരുതിയ ഘട്ടത്തിലായിരുന്നു നിർണായക ഒരു ക്യാച്ചുമായി സൂര്യകുമാർ യാദവ്, പിന്നീട് ഹർദിക് പാണ്ഡ്യയുടെ ബൗളിങ്, ഒപ്പം തന്നെ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ്. ടൂർണമെന്റിലുടനീളം ഇന്ത്യയുടെ ഒരു അതിഗംഭീര പ്രകടനം. അങ്ങനെ ഇന്ത്യക്ക് എല്ലാം തികഞ്ഞൊരു ലോകകപ്പ്, പ്രത്യേകിച്ച് ഏകദിന ലോകകപ്പിലെ വലിയ നിരാശയ്ക്ക് ശേഷം ആളുകളുടെ മനസ്സൊക്കെ നിറച്ചുകൊണ്ടുള്ള ഒരു ജയം തന്നെയായിരുന്നു അവർ നടത്തിയത്. അതുകൊണ്ട് അവർ തിരിച്ചു വരുമ്പോൾ വലിയ സ്വീകരണം ഒരുക്കാനാണ് രാജ്യം കാത്തിരിക്കുന്നത്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി ബാർബഡോസിൽ ആഞ്ഞടിച്ച ബെറിൽ ചുഴലിക്കാറ്റ് നമ്മുടെ ഒരു ആ സ്വപ്നത്തെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവേശത്തെ ചെറുതായിട്ടൊന്ന് തണുപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ ഒരു ഭീഷണിയിലായിരുന്നു ബാർബഡോസ് ഉണ്ടായിരുന്നത്. കാറ്റഗറി 4-ൽ പെടുന്ന അതിഭീകരമായ അങ്ങേയറ്റം അപകടകാരിയായ ഒരു ബെറിൽ ചുഴലിക്കാറ്റാണ് അവിടെ അടിച്ചത്. അതുകൊണ്ട് ടീമിൻ്റെ തിരിച്ചു വരാനുള്ള സാധ്യതകളൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലായി. വിമാനത്താവളം അടയ്ക്കുകയൊക്കെ തന്നെ ചെയ്തു. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായെന്നാണ് ബാർബഡോസിൽ നിന്ന് നമുക്കൊക്കെ തന്നെ കിട്ടുന്ന വിവരം. അപ്പോൾ ഇന്ന് അവർ യാത്ര തിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് വെസ്റ്റ് ഇൻഡീസിലെ ചൊവ്വാഴ്ച അവർ വൈകുന്നേരത്തോടുകൂടി യാത്രയായിരിക്കും. അതായത് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:30 ഇന്ത്യൻ ടീം അവിടെ നിന്ന് BCCI ഒരുക്കിയ പ്രത്യേക വിമാനത്തിൽ യാത്ര തിരിക്കും. നാളെ വൈകിട്ടാണ്, നാളെ രാത്രി 7:45 ഇന്ത്യൻ ടീം ഇവിടെ എത്തുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഇന്ന് എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു. ഇന്ന് പുലർച്ചെ എത്തുന്നു. ഒപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച, വിരുന്ന്, അതിനുശേഷം ഒരു നഗരപ്രദക്ഷിണം, റോഡ് ഷോ ഒക്കെ തന്നെ സംഘടിപ്പിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഒരുപക്ഷെ നാളെ ടീം രാത്രി എത്തിയതിനു ശേഷം മറ്റന്നാളായിരിക്കും ആരാധകർക്ക് മുന്നിലേക്ക് നമ്മുടെ പ്രിയ താരങ്ങൾ എത്തുക. നേരത്തെ 2011 ലോകകപ്പ് ജയിച്ചപ്പോഴും 2007 ജയിച്ചപ്പോൾ നമ്മൾ വലിയ രീതിയിൽ ആഘോഷിച്ചതാണ്. അതിനേക്കാൾ വലിയൊരു ആഘോഷമായിരിക്കും ഇത്തവണ ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് നമ്മുടെ വീരന്മാരെ. മടങ്ങി വരട്ടെ സുരക്ഷിതരായി എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാം. ശരിയാണ്, ലേറ്റ് ആയാലും ആഘോഷങ്ങളൊക്കെ ഗംഭീരമാകട്ടെ. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നിരവധി പേർ SKN ചോദിച്ചുകൊണ്ടിരിക്കേണ്ട, SKN ഇന്ന് ലീവാണോ എന്നൊക്കെ. ലീവ് എടുക്കാൻ SKN നടന്നത് തന്നെ. ഇതിൻ്റെ അപ്പുറത്തുള്ള ഒരുപാട് തിരക്കുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അതുകൊണ്ട് മാത്രമാകും അദ്ദേഹം വരാത്തത്. നാളെ തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ കൂടുതൽ ഈ കമൻസും ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് പറയുന്നു ഞാൻ സ്ഥിരം പ്രേക്ഷകനാണ്, എന്നെ മറക്കരുത് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ PSC നിയമനം നടക്കാത്തതിൽ നിങ്ങൾ വാർത്ത കൊണ്ടുവരാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഭരണപക്ഷത്തെ വിമർശിക്കില്ലേ എന്ന് അഖിൽ ചോദിക്കുന്നു. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ വാർത്തകൾ നേരായി തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതിപ്പോൾ ഭരണപക്ഷമാണോ പ്രതിപക്ഷമാണോ എന്നൊന്നും നോക്കാറില്ല. അത് നിങ്ങൾക്ക് അറിയാവുന്നതുമാണല്ലോ. വാർത്തകൾ നമ്മൾ കൃത്യമായി തന്നെ കൊടുക്കും. അങ്ങനെ കുറേ പ്രേക്ഷകർ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്.